അങ്ങനെ വീണ്ടും ഒരു വിന്റർ വെക്കേഷൻ നാസുവിലെത്തി. രാപകൽ അധ്വാനിച്ച് തളർന്ന നാസു നിവാസികൾ ഓരോ തരത്തിൽ ഈ വെക്കേഷൻ ചിലവഴിക്കാനും തീരുമാനിച്ചു. ഉറങ്ങിയും സിനിമകൾ കണ്ടും ഒരു വിഭാഗം ആശ്വാസം കണ്ടെത്തിയപ്പോൾ മറ്റു ചിലർ പല സ്ഥലങ്ങളിലായി കറങ്ങി നടന്നു. എന്നാൽ ഇതാ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു നീണ്ട ട്രിപ്പ് തന്നെ സംഘടിപ്പിച്ചു. അടുത്തെങ്ങുമല്ല, അങ്ങ് ഒസാക്കയിലേക്ക്. അതും ബസ്സിലോ ട്രെയിനിലോ ഒന്നുമല്ല, സ്വന്തമായി വാങ്ങിയ ഒരു കാറിൽ. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സംഭവമാകുന്ന നാസുവിൽ ഈ ഒസാക്ക ട്രിപ്പ് ഉണ്ടാക്കിയ കോലാഹലം പറയേണ്ടതില്ലല്ലോ. ആദ്യം കാറ് വാങ്ങണമല്ലോ. നമ്മുടെ കിരണും റോണിയും ജോസും ചേർന്ന് ഈ ദൌത്യം ഏറ്റെടുത്തു. പ്രമുഖ കാർ നിർമ്മാതാക്കളായ ടൊയോട്ട, BMW, ഹോണ്ട ഇവരെയെല്ലാം സമീപിച്ചെങ്കിലും പ്രതീക്ഷിച്ച നിലവാരത്തിലുള്ള കാർ കണ്ടെത്താനായില്ല. അവസാനം റോൾസ് റോയ്സിനെ തന്നെ സമീപിക്കാൻ തീരുമാനിച്ചു. രണ്ടാമൊന്ന് ചിന്തിക്കണ്ട, ഉറപ്പിച്ചോ. 8 ഉറുപ്പിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല. മുജമ്മ സുഹൃത്തെന്ന് കരുതിയാ മതി. നാളെയോ മറ്റന്നാളോ അമ്മുണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുറ്റത്തങ്ങനെ കിടക്കണം. അതൊരു അന്തസ്സല്ലേ? എന്റെ കമ്മീഷനാ പിന്നെ വന്ന് മേടിച്ചോളാം. സംഗതി ഏറ്റെന്ന് പറ. ഏറ്റു ഏണി ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരി കൊടുന്ന വണ്ടിയാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. അഡ്വാൻസ് പിടിച്ചോ. നർസ് ബുക്ക് എന്റെ കമ്മീഷൻ അവിടെ വന്ന് മേടിച്ചോളാം. വേഗം സ്ഥലം വിട്ടോ, ശരിയാൻ സ്ഥലം വിട്ടോ. സംഗതി എല്ലാം ഭംഗിയായിട്ടുണ്ട്. ആർസ് ബുക്ക് പിടിച്ചോളൂ. 2 എവിടെ തരൂ. ഇതാ ഭഗവാനെ. വാസു, ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. ആ ഓണം തിരിക്കി, 4 ആൾ കേക്കട്ടെ. ശരി അയച്ചോ. എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്ക് കണ്ടില്ലേ, ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ലോ. കേട്ടോ? അങ്ങനെ കാർ സ്വന്തമായി. ഇനി ഡ്രൈവർ. പണ്ടെങ്ങോ കാർ ഓടിച്ച് പരിചയമുണ്ടെന്ന് അവകാശപ്പെട്ട ഒരു അധികായൻ മുന്നോട്ട് വന്നു, നമ്മുടെ റോണി. പക്ഷെ ഒന്നുകൂടി ഒന്ന് ഓടിച്ച് കൈ തെളിയണം. സ്റ്റിയറിംഗ് പിടിച്ചിട്ട് കുറെ നാളായി പോലും. പിന്നെ ജപ്പാനിലെ റോഡുകളുമല്ലേ, ഇഷ്ടം ഡ്രൈവിംഗ് പഠിത്തം തുടങ്ങി. സ്റ്റിയറിംഗ് നേരെ പിടിക്കും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. എന്റെ അനാവശ്യമായിട്ട് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി, ഒരു ചെറിയ കുഴിയുണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? ആ സെക്കൻഡിലിടും. കാണത്തെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് പരിപാടിയാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ വേണ്ടി താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിന്റെ ലെഫ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ. ഓ, അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? വണ്ണാൻ കട്ട. ക്ലച്ച് കുഴിച്ചെടുമ്പോ ഗിയർ വലിച്ചൂരെടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇതെല്ലാം കൂടി പണ്ടാൻ അടങ്ങിയ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് ഓടിച്ചോളി. നിങ്ങളോ? അല്ല, സാറിന് തോന്നിയല്ല ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ഞാൻ ഓടിക്കാം. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്കിന് ഔട്ട് ചെയ്ത്. ബ്രേക്ക് എവിടെ? ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ഔട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഡ്രൈവിംഗ് പഠിച്ചു. ഇനി വേണ്ടത് ഒരു ലൈസൻസ്. അതിനുള്ള ശ്രമങ്ങളും തുടങ്ങി. സഹായത്തിന് ടൂർ കോർഡിനേറ്റർ കിരണും. ഒരു കാറിന്റെ മുൻവശം ഇവിടുന്ന് 1 2 3 4 5 6 ഇവിടെ വേറെ കാറിന്റെ പിൻവശം. ഇത് രണ്ടാമത്തെ കാർ. ഈ 2 കാറിനും ഇടയ്ക്കായിട്ട്
നീ നമ്മുടെ കാറ് കൊണ്ട് പാർക്ക് ചെയ്യണം. ഇതിനാണ് പാരലൽ പാർക്കിംഗ് എന്ന് പറയുന്നത്. കറക്റ്റല്ലേടാ? ഒന്ന് പറയാം, ഇടത്തോട്ടെങ്കിൽ ഇടത്തോട്ട്, വലത്തോട്ടെങ്കിൽ വലത്തോട്ട്. നേരെ നോക്കി പിടി. എടാ നേരെ നോക്കിയാ ഞാൻ പിടിക്കുന്നത്, പക്ഷെ ഇടത്തോട്ട് വന്നു. അതെങ്കിലും വലത്തോട്ട് പിടിക്കാൻ പറഞ്ഞു. വലത്തോട്ട് പിടി. നീ ഇങ്ങനെ ഇടതും വലത്തോട്ട് പിടിക്കാതെ നേരെ പിടിയിടാം. വണ്ടി നിർത്ത്. കാര്യങ്ങൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ലെന്ന് ഇഷ്ടൻ തിരിച്ചറിയുന്നു. പക്ഷേ ഇനി പുറകോട്ട് പോക്ക് പറ്റില്ലല്ലോ. അഭിമാന പ്രശ്നമാണ്. പിന്നീട് അങ്ങോട്ട് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരുന്നു. മറ്റുള്ളവർക്ക് തലവേദനയുടെ ദിവസങ്ങളും. 3 മണി വൈപ്പർ ഇൻഡിക്കേറ്റർ, 9 മണി 3 മണി വൈപ്പർ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ആക്സലറേറ്റർ ഇൻഡിക്കേറ്റർ, 9 മണി 3 മണി വൈപ്പർ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ആക്സലറേറ്റർ. താൻ എന്തുവാടി കാണിക്കുന്നത്? വണ്ടി ഓടിച്ച് കളിക്കാണോ? അല്ല, നാളെ ഇത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളതാ. എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. കഴിഞ്ഞ അവിടെ ഞാൻ ഈ ഇൻഡിക്കേറ്റർ ഇടാൻ അങ്ങ് മറന്നുപോയി. സമ്മർ തുടങ്ങി, ചൂടും തുടങ്ങി. അയ്യോ, എന്താ അവിടെ ഇത്? അയ്യോ സോറിടാ, ഞാൻ ബ്രേക്ക് കിട്ടിയത്. ഏത് ഈ കാല് വെച്ചാ? പിന്നെ മാറി, കാല് മാറി. ഈ കാല്. ബേബിക്കുട്ട, നീ ഇത് എത്രാമത്തെ ടെസ്റ്റ് എടുക്കുന്നത്? 3. ഇവിടെ ഇക്കണക്കിന് പോയ ആ റോഡ് ടെസ്റ്റ് എടുക്കുന്ന റോഡിന് ബേബിക്കുട്ടൻ റോഡ് എന്നവർ എഴുതി വെക്കും. Come sir. This time I'll get it correct, sir. I practice, sir. No. You try to kill me twice. I have a wife. I have 3 kids. I want to see them again. You need a license? Tell you what, we'll make it happen. Sir, I will get a license automatically without driving? Yes. Thank you, sir. അങ്ങനെ ലൈസൻസ് കിട്ടി. അല്ല, ഒപ്പിച്ചു. ട്രിപ്പിനുള്ള ദിവസവും വന്നെത്തി. പോകാമെന്നേറ്റവർ കാറും കാത്തു നിൽപ്പായി. വെറുതെയല്ല, നന്നായി ചമഞ്ഞു തന്നെ. കൂട്ടത്തിൽ സുന്ദരനായ അനൂപ് അന്ന് പക്ഷെ കൂടുതൽ സിമ്പിളായാണ് എത്തിയത്. നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് യു ലൈക്ക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? കണ്ടോ, കാക്കറിയാൻ കറക്റ്റ് കക്കൂസ് എവിടെയാണെന്ന്. ഇനിയെങ്കിലും ഊരി കളയടേ. അവശകുനമാണല്ലോ, കാക്കയാണ് തൂറിയിരിക്കുന്നത്. അവൻ നമ്മളെ പറ്റിക്കൂ? ഏയ്, ഇതൊന്നും നോക്കണ്ട. അവ അവളെ വിളിച്ചോണ്ട് വരും. ഞാനാ പറയുന്നത്, വന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ. നിന്റെ പേര് എന്റെ പട്ടിക്ക്, എന്നിട്ട് വേണം അതിന്റെ കടി ഞാൻ കൊള്ളാൻ. ഒന്ന് പോടാ. കോന്നക്കുട്ടി, മുഖത്തായില്ലല്ലോ. ഏയ്, അറിയൂല. ഉച്ചയ്ക്ക് തിരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും റോണി കാറൊക്കെ ഓടിച്ചെത്തിയപ്പോഴേക്കും നേരെ വിരട്ടി. പിന്നെ റോൾസ് റോയ്സ് ആയതുകൊണ്ടൊരു തള്ളിക്കയറ്റത്തിന്റെ ആവശ്യം വന്നില്ല. ഒസാക്കയിലേക്ക് യോക്കു വഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടു. അതായത് നമ്മുടെ ഹിരിസൈഡിന്റെ മുന്നിലൂടെ. എന്തായാലും ഹിരിസൈഡിന്റെ മുന്നിലൂടെ പോവല്ലേ, അവന്മാരുടെ മുന്നിൽ ഒരു ജാട കാണിച്ചേക്കാം. പണ്ടേ അവന്മാർക്ക് 2 എല്ല് കൂടുതലാ. ഒരു മിനിറ്റ് സുഖേട്ടാ, ഒന്ന് ഇറങ്ങി. എന്തിനാണെന്ന്? ഒന്ന് ഇറങ്ങി സുഖേട്ടാ. ഇറങ്ങു മോളെ. മോഹനം നോക്കുന്നുണ്ട്. നോക്കട്ടെ, വാ. മൂക്കൊന്ന് അളവെടുക്കണം, ഉടുപ്പ് വയ്ക്കാൻ. ബാഗ് താ. ഇറക്കം ഇത്രയും മതിയോ? ആ മതി. കാഞ്ചന സമയമില്ലട്ടാ. കുറച്ച് കാത്തു നിന്നൂടെ? ബസ്സല്ലല്ലോ ഇത്, നമ്മുടെ കാറല്ലേ. നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ച നമ്മുടെ കാറിന് എന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാം. സാറിന് അഞ്ചനല്ലേ? മമ്മി, ദാ ചെറിയച്ചൻ ഉണ്ടായിരിക്കും അവിടെ.